എനിക്ക് വല്ലതും സംസാരിക്കേണ്ടയോ സ്വർഗലോകമേ, നീ വല്ലതും പറ എന്ന് പറഞ്ഞപ്പോൾ ഫഖാലത്ത്, സ്വർഗലോകം സംസാരിച്ച വാക്കുകളാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അല്ലാഹു നമുക്കത് തരട്ടെ. നിസ്കാരത്തിൽ ഭയഭക്തി, നിസ്കരിക്കുന്നവർ മാത്രമല്ല, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ വിജയിച്ചിരിക്കുന്നു. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് കൊടുക്കുന്നവർ വിജയിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോകും ആശയം. അല്ല, സകാത്ത് കൊടുക്കാൻ വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നവർ. ഒരാൾക്ക് ജീവിക്കാനുള്ള വരുമാനമുണ്ട്, ഇനി ഞാൻ എന്റെ ബിസിനസ് ക്ലോസ് ചെയ്യുകയാണ് എന്ന് പറയാതെ ഞാൻ ഒരൽപ്പം കൂടെ ബിസിനസ് ചെയ്താൽ അതിന്റെ സകാത്ത് പാവപ്പെട്ടവർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൂടുതൽ അധ്വാനിക്കുന്നവർ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കുന്നവരും വിജയിച്ചിരിക്കുന്നു. സ്വന്തം ഭാര്യയിൽ, ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയിലല്ലാതെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ കൂടെയല്ലാതെ, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ മറികടക്കാതെ ശരീരത്തെ സൂക്ഷിച്ചവർക്ക് അള്ളാഹു ജന്നത്തു അദിൻ കൊടുക്കുമെന്ന് സ്വർഗലോകം വിളിച്ചു പറയുന്നു. فمن ابتغى وراء ذلك فأولئك هم العادون. സച്ചരിതരായി ജീവിക്കാൻ വിവാഹം ചെയ്തൊരു ഭാര്യ ഉണ്ടായിരിക്കെ അവളെ സമീപിക്കേണ്ടതിന് പകരം മറ്റാരിലെങ്കിലും ആ വിഷയം ചെയ്തു വരുന്നവർ, ഭർത്താവുണ്ടായിരിക്കെ ഭർത്താവിന്റെ അഭാവത്തിലോ മറ്റോ ഹറാമിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ, ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ അല്ലാഹുവിന്റെ നിയമം മറികടന്നവർ തന്നെയാണ്. അവരല്ലാതെ സത്യവിശ്വാസികളായ ആളുകളിൽ അവനവന്റെ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി അമാനത്തായി സൂക്ഷിക്കുന്നവർ, വാക്ക് പാലിക്കുന്നവർ. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നിസ്കാരങ്ങൾ നിലനിർത്തിപ്പോരുന്നവരെ. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരമെടുക്കുന്നവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, സ്വർഗം അനന്തരമെടുക്കുന്നവർ അവരാണ്, അവരവരുടെ ശാശ്വതരായി കഴിയുന്നവരാണ്. അല്ലാഹു ആ സ്വർഗലോകത്തേക്ക് എത്താനുള്ള ഭാഗ്യമൊക്കെ നമുക്ക് അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എക്കോ കുറക്കണോ? ഇവിടെ എക്കോ വേണ്ട. 11 ആയത്തുകളാണ് സൂറത്തു നൂറിൽ ഇറങ്ങിയത്. സ്വർഗലോകം വിളിച്ചു പറയാൻ, നമ്മെ സ്വർഗലോകത്തേക്ക് വിളിക്കുകയാണ് അല്ലാഹു. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ രക്ഷയുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോരുന്നുവോ? ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ എന്നാണ്. സ്വരാജ്യത്തോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. അത് ജന്മനാടിനോടുള്ള സ്നേഹം എന്നതിനപ്പുറം സ്വർഗലോകത്തോടുള്ള സ്നേഹം എന്നതിന് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു അർത്ഥം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജന്മനാട് അവിടെയാണ്, വാപ്പ ജനിച്ചത് അവിടെയല്ലേ, സ്വർഗലോകത്തല്ലേ. സ്വർഗത്തിലേക്ക് പോവണമെന്ന ആഗ്രഹം അത് ഈമാനിന്റെ ഭാഗമാണ്. ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ ആദ്യം തന്നെ കഴിഞ്ഞോളാം, എനിക്ക് അല്ലാഹു ഇവിടെ തന്നെ ആയുസ് തരികയാണെങ്കിൽ ഞാൻ സ്വർഗത്തേക്കൊന്നും വരുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ ആ മനുഷ്യനിൽ ഈമാനിന്റെ കണിക നഷ്ടപ്പെട്ടു പോയി എന്നാണ്. ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, സ്വർഗലോകത്തേക്ക് എത്താനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അതിനല്ലേ നമ്മൾ അധ്വാനിക്കുന്നത്, അതിനാണ് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ നമ്മൾ തൊടാതിരിക്കുന്നത്. വ്യഭിചാരത്തിന് അവസരങ്ങൾ ഉണ്ടായിട്ട് പോകാതിരിക്കുന്നത് സ്വർഗം ഉദ്ദേശിച്ചുകൊണ്ടാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിലും 5 നേരം അല്ലാഹുവിനെ നിസ്കരിക്കാനും മുഴു സമയവും അവനെ ഓർക്കാനും നമ്മൾ സമയം കണ്ടെത്തുന്നത് സ്വർഗത്തിൽ പോവാനാണ്. തിന്മകളുടെ സർവ്വ സാഹചര്യങ്ങളും മുമ്പിലുണ്ടായിരിക്കെ അതൊക്കെ മാറ്റിവെച്ച് ഒരുപാട് നന്മകൾ, ഇതാ ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടക്കുകയാണ്. ഇതുപോലെയുള്ള നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ പള്ളികൾ, ദീൻ പഠിക്കുന്ന മദ്രസകൾ,
ദീനീ സ്ഥാപനങ്ങൾ, മഹല്ല് ജമാഅത്തുകൾ, അതിന്റെ സംവിധാനങ്ങൾ, ഇതൊക്കെ എന്തിനാണ്? സ്വർഗത്തിൽ പോകുമ്പോൾ കാര്യമില്ല, നമുക്ക് ലാഭമാവാനാണ്. അള്ളാഹു ഇതൊക്കെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യാം. സ്വർഗലോകത്തെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ മനോഹരമാണ്. ഹബീബായ നബിയുടെ മുമ്പിൽ സ്വഹാബികൾ വന്നിരിക്കാറുണ്ട്. അവര് പറയും, നബി തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ അത് കണ്ണിൽ കാണുന്ന പോലെ, നരകത്തെക്കുറിച്ച് പറയുമ്പോ നരകം കണ്ണിൽ കാണുന്ന പോലെ അത്രക്ക് പേടി വരും. സ്വർഗം പറയുമ്പോൾ സ്വർഗത്തേക്ക് പോകാനുള്ള കുതിപ്പ് വരും. സ്വർഗം അള്ളാഹു സത്യവിശ്വാസികൾക്ക് കരുതി വെച്ചിരിക്കുകയാണ്. അധ്വാനിക്കണേ. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അറിയണേ അള്ളാഹുവിന്റെ ചരക്ക് വിലപിടിപ്പുള്ളതാണ്, എളുപ്പമല്ല. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. നിബിധങ്ങൾ പറയുമായിരുന്നു, ഹുഫത്തിൽ ജന്നതു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്. ഹുഫ എന്ന് പറഞ്ഞാൽ റാപ്പ് ചെയ്യപ്പെട്ടു എന്നാണ്. ഒരു സാധനം നമ്മൾ പൊതിയുന്നതിനാണ് ഹുഫ. ഹുഫത്തിൽ ജന്നതു ബിൽ മകാരിഹ്. സ്വർഗം അല്ലാഹു മൂടി വെച്ചിരിക്കുന്നത്, തുറന്നാൽ സ്വർഗം കിട്ടുമെങ്കിൽ അതിന്റെ മൂടുപടം, അതിനെ മൂടി വെച്ചിരിക്കുന്നത് ബിൽ മകാരിഹി, നിങ്ങൾക്ക് ചെയ്യാൻ സ്വമേധയാ വെറുപ്പ് തോന്നുന്ന ചില പ്രവർത്തനങ്ങളാണ്. പാതിരാക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണം, വുളൂയോടുകൂടെ ജീവിക്കണം, സത്യം മാത്രം പറയണം, വഞ്ചന നടത്തരുത്, ആളുകളോട് വൈരാഗ്യമോ വിദ്വേഷമോ അസൂയയോ കൽബിൽ കൊണ്ടു നടക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി പ്രയാസമുള്ള സംഗതിയാണ്. ആ പ്രയാസമുള്ളത് നിങ്ങൾ പറിച്ചു നീക്കിയാൽ അതിന്റെ ഉള്ളിൽ സ്വർഗമുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്താൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് നരകവുമാണ്. സുബ്ഹാനല്ലാഹ്. തിന്മയിലേക്ക് പോവാൻ അങ്ങനെയാണ്. പിശാച് വിളിക്കാൻ, ശരീരം വിളിക്കുന്നുണ്ട്, പിശാച് വിളിക്കുന്നുണ്ട്, തോന്നുന്നത് ചെയ്യാൻ. ഒരൽപ്പം വിഷമമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സ്വർഗം കിട്ടണമെങ്കിൽ. കുറച്ച് അധ്വാനിക്കേണ്ടി വരും. വലിയ പ്രൈസാണ് അള്ളാഹു തരാൻ പോകുന്നത്, വലിയ പ്രൈസാണ്. സ്വഹാബികൾ അതിലേക്ക് ഓടുകയായിരുന്നു. നബിയേ ഞങ്ങളുണ്ട്, നബിയേ ഞങ്ങളുണ്ട്. യൂഷികു ഇബാദിയ സ്വാലിഹൂന യദ്ഉ അൻഹും അൻ യദഉ അൻഹും അത്തഅബ വന്നസബ് വയദ്ഖുലീക്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകത്തെ അലങ്കരിച്ചുകൊണ്ട് പറയുന്നു, സ്വർഗലോകമേ നിന്നെ കാണാൻ കൊതിക്കുന്ന ആളുകൾ വരാനിരിക്കുകയാണ്. ഒരുപാട് ക്ഷീണിച്ചവരാണവർ, ഒരുപാട് തളർന്നവരാണ്. വയദ്ഖുലൂകി യതസാബഖു ഇലൈഹാ ഉശാഖുഹാ വതനാഫസു ലിഖത്ബതിഹാ അഹ്ബാബുഹാ. സ്വർഗലോകത്തെ വിവാഹം ചെയ്യാൻ കൊതിക്കുന്നവരുണ്ട്, സ്വർഗലോകത്തെ അനുഗ്രഹങ്ങൾ ചെയ്യാൻ അധ്വാനിക്കുന്നവരുണ്ട്, എമ്പാടും നന്മകൾ ചെയ്ത് ഓടി വരികയാണ് ചില ആളുകൾ നിന്നിലേക്ക്. സ്വർഗമേ അവര് വരാൻ നേരമായിരിക്കുന്നു, അലങ്കരിച്ച് നിന്നേക്കണം, അണിഞ്ഞൊരുങ്ങി നിന്നേക്കണം. സ്വഹാബത്തിനോടാ നബി തങ്ങൾ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹി മിൻ മാലിഹി നൂദിയ മിൻ അബ്വാബിൽ ജന്ന യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ. അന്ന് നിലവിലുള്ള 2 നാണയം സ്വർണ്ണ നാണയം വെള്ളി നാണയവുമാണ്. ഒന്ന് ദീനാർ സ്വർണ്ണ നാണയം, ദിർഹം വെള്ളി നാണയം. മുത്തനബി പറയുന്നത്, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹി മിൻ മാലിഹി, സ്വന്തം സമ്പത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും അല്ലാഹുവിന് കൊടുത്താൽ, ആരെങ്കിലും അത് ചെയ്താൽ, അല്ലാഹുവിന് വേണ്ടി കൊടുത്താൽ, നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽ നിന്ന് വിളി വരും, യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ. അല്ലാഹുവിന്റെ ദാസ, അല്ലാഹുവിന്റെ ദാസിയെ ഇങ്ങോട്ട് വരൂ, ഇവിടെയാണ് ഖൈർ, എന്റെ വാതിലൂടെ വന്നോളൂ എന്ന സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹുവിന് വേണ്ടി സ്വർണവും വെള്ളിയും കൊടുത്തവരോട് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ലിൽ ജന്നതി സമാനിയതു അബ്വാബ്, 8 വാതിലുകളുണ്ട് സ്വർഗത്തിന്. ഫമൻ കാന മിൻ അഹ്ലിസ് സ്വലാ ദുഇയ മിൻ ബാബിസ് സ്വലാ, നിസ്കാരം എമ്പാടും ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണും. പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോരാന്നത് ഇഷ്ടമല്ല, നിസ്കാരം തന്നെ നിസ്കാരം. അങ്ങനെ എമ്പാടും നിസ്കാരം പ്രത്യേകമായി ഇഷ്ടപ്പെടുന്നവരെ
ബാബുസ്വലാ, നിസ്കാരത്തിന്റെ വാതിൽ വിളിച്ചു പറയും, ഇതിലെ വരൂ, ഇതിലെ വരൂ, ഇതിലെ വരൂ എന്ന് വിളിച്ചു പറയും. فمن كان من أهل الصيام دعي من باب الريان. നോമ്പ് ഇഷ്ടപ്പെടുന്നവരെ കാണും, സുന്നത്ത് നോമ്പ് ഇഷ്ടമായി ചെയ്യുന്നവരെ, ഭാരമായി ചെയ്യുന്നവരല്ലേ, ചിലർക്ക് അതൊരു ഇഷ്ടമായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ റയ്യാൻ എന്ന വാതിലിലൂടെ മാലാഖമാർ വിളിച്ചു പറയും, ഇതിലെ വരിൻ, ഇതിലെ വരിൻ എന്ന്. فمن كان من باب الجهاد دعي من باب الجهاد ومن كان من أهل الصدقة دعي من باب الصدقة. അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവർക്ക്, ഇറങ്ങി പുറപ്പെടുന്നവരെ ജിഹാദിന്റെ വാതിൽ വിളിച്ചു പറയും, ഇതിലെ വരൂ, ഇതിലെ വരൂ എന്ന്. സ്വതക്ക കൈയഴിഞ്ഞു കൊടുക്കുന്ന ആളുകളെ, അത് ഇഷ്ടത്തോടെ കൊടുക്കുന്നവരെ, വെറുപ്പോടുകൂടി കൊടുക്കല്ല, ചോദിച്ചില്ലേ നീ എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയല്ല, ഇഷ്ടത്തോടുകൂടെ കൊടുക്കുന്നവർ, അവരെ സ്വതക്കയുടെ വാതിലും വിളിച്ചു പറയും, ഇതിലെ വരിൻ, ഇതിലെ വരിൻ എന്ന് പറഞ്ഞപ്പോഴാണ് നന്മകളിലേക്ക് ഓടി വരുന്ന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അംബിയാവും സ്വർഗത്തിൽ കടന്നാൽ പിന്നെ സ്വർഗത്തിൽ കാലുവെക്കുന്നൊരു മഹാനുണ്ട്. അത് മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് എന്നവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ബിഅബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയും ഉമ്മയും അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ, അവർ മരിച്ചാലും അങ്ങ് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും അങ്ങേക്ക് ആയുസ് വേണമെന്നാണ് നബിയെ ഞാൻ ആഗ്രഹിക്കുന്നത്. മാ അലാ അഹദിൻ മിൻ ബഅസിൻ ഇദാ ദുഇയ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. നബിയെ, ഒരാളെ ഒരു വാതിലൂടെ വിളിച്ചാൽ പ്രശ്നമില്ല നബിയെ, ഒരാളെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും നബിയെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ വാതിലൂടെയും പോകണമെന്നാണ് ആഗ്രഹം. നിസ്കാരം ഇഷ്ടമാണ്, സ്വതക്ക ഇഷ്ടമാണ്, സകാത്ത് ഇഷ്ടമാണ്, നോമ്പ് ഇഷ്ടമാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഇഷ്ടപ്പെട്ടാൽ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുമോ നബിയേ? സിദ്ദീഖ് തങ്ങൾ ചോദിക്കാൻ, എല്ലാ വാതിലൂടെയും പോകണം, അങ്ങനെ ആയിക്കോട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നഅം നഅം വഅർജു അൻ തകൂന മിൻഹും. തീർച്ചയായും തീർച്ചയായും സിദ്ദീഖേ, നിങ്ങൾ അവരിൽ പെടണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ അവരിലുണ്ട്. എല്ലാ വാതിലൂടെയും മാലാഖമാർ വിളിക്കും, ഇതിലെ വരിൻ, ഇതിലെ വരിൻ, ഇതിലെ വരിൻ എന്ന്. മാർക്കറ്റുകളിൽ കച്ചവടക്കാര് വിളിക്കാറില്ലേ? ഷോപ്പുകളിൽ നിന്ന് കസ്റ്റമേഴ്സിനെ വിളിക്കൂലേ? സ്വർഗത്തിലേക്ക് വിളിക്കും. എല്ലാ കർമ്മങ്ങളും ഇഷ്ടപ്പെട്ടവരെ ഓരോരോ വാതിലിലൂടെ വിളിക്കുകയായി. അതിലൂടെ എല്ലാറ്റിലും കൂടെ ഒരാളെ വിളിക്കപ്പെടുമോ നബിയെ എന്ന് ചോദിച്ചപ്പോഴാണ്, സിദ്ദീഖേ, നിങ്ങളതിൽപ്പെട്ടവരാണ്. നിങ്ങളെ അള്ളാഹുവിന്റെ മലാഖമാർ 8 വാതിലൂടെ വിളിക്കുക തന്നെ ചെയ്യും. അൻത മിൻഹും. അള്ളാഹു അതിലേതെങ്കിലും ഒരു കവാടത്തിലൂടെ കടന്നു ചെല്ലാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് പറഞ്ഞപ്പോഴാണ് 40,000 ദീനാർ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനാണത്? മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ട ആളുകൾ, അടിമകളായ മുസ്ലിമീങ്ങൾ വളരെ നിഷ്ഠൂരമായി അവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അവരെ മോചിപ്പിക്കാൻ 40,000 അല്ല 40,000 ദീനാർ മുസ്ലിമീങ്ങളായ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? സ്വർണവും വെള്ളിയും, അതിൽ സ്വർണം കൊടുത്താൽ തന്നെ ധാരാളം. അത് ആരെങ്കിലും കൊടുത്താൽ അവരെ അള്ളാഹുവിന്റെ മലക്കുകൾ വിളിക്കും, യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ. അത് പറഞ്ഞപ്പോഴാണ് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ, അടിമയായിരുന്ന അമ്മാർ എന്നവരെ മോചിപ്പിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാം നബി തങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തുവല്ലോ, ദീനിന് വേണ്ടി കൈയഴിഞ്ഞു കൊടുത്തുവല്ലോ. അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഇന്നലക അലയ്യ യദൻ ലാ യുകാഫിഉഹാ ഇല്ലല്ലാഹ്. സിദ്ദീഖേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സിദ്ദീഖേ,
ഇസ്ലാം പ്രബോധനം ചെയ്യാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചയിടം മുതൽ ഈ നാൾ വരേക്കും എന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഞാൻ തിരിച്ചുപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നെ സഹായിച്ചവരെ ഞാൻ തിരിച്ചു സഹായിച്ചിട്ടുണ്ട്. സിദ്ദീഖ് ഒരാളൊഴികെ ആ മനുഷ്യന്റെ സഹായത്തിന് പകരം ലാ യുകാഫിഉഹാ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ പകരം കൊടുക്കാൻ കഴിയില്ല. സിദ്ദീഖേ, അത് നിങ്ങൾ എനിക്ക് ചെയ്ത സേവനങ്ങളാണ്, നിങ്ങൾ എന്നോട് ചെയ്ത സഹായമാണ്. എല്ലാവർക്കും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ്, നിങ്ങൾക്ക് പകരം തിരിച്ചു തരാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ സിദ്ദീഖേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത്രക്കങ്ങ് നബി തങ്ങൾക്ക് കൊടുത്തു. അത് മാത്രമോ, ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വരുമ്പോ അവിശ്വാസികളായ ആളുകൾ മുത്തുനബിയെ കളിയാക്കിയല്ലോ. ഒരു രാത്രിയിൽ അങ്ങ് നടക്കുകയോ, ഒരു രാത്രിയിൽ യാത്ര പോവുകയോ, മക്കയിൽ നിന്ന് ജെറൂസലേമിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ചിടത്തേക്ക് ആകാശലോകങ്ങളിലൂടെ ഹബീബ് യാത്ര ചെയ്ത മിഅ്റാജ് അവിശ്വാസികൾ കളിയാക്കിയപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ മുത്തുനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. എന്റെ മുത്തുനബിക്ക് ആകാശ ലോകത്ത് നിന്ന് വിവരം വരുന്നുവെന്ന് ഓരോ ദിവസവും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ ഹബീബ് ഇസ്റാഉം മിഅ്റാജും നടത്തിയെങ്കിൽ അനസദ്ദഖ്തുഹു, ഞാനത് വിശ്വസിച്ചിരുന്നു. ഓരോ വാതിലിന്റെയും വീതി വേഗതയുള്ള ഒരു വാഹനത്തിൽ ഒരാൾ സഞ്ചരിച്ചാൽ 40 വർഷം എടുത്ത് യാത്ര ചെയ്യേണ്ട വീതിയുണ്ട് ഓരോ കവാടത്തിനും. അങ്ങനത്തെ 8 കവാടങ്ങളിലൂടെ യാത്ര ചെയ്യണമെന്ന് കൊതിച്ചു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തആല ആ ഭാഗ്യം നമുക്ക് തരട്ടെ. സ്വർഗമെന്ന് പറയുമ്പോൾ സ്വഹാബത്ത് എഴുന്നേൽക്കുകയായിരുന്നു. ചോദിച്ചോളൂ, ഞാൻ തരാം. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴാണ് സ്വഹാബി പിന്നെ ആലോചിച്ചു നിന്നില്ല. എന്താ വേണ്ടത് ചോദിച്ചോളൂ, ഞാൻ തരാം. എന്ത് വേണോ ഞാൻ തരാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ തരാം, ചോദിച്ചോളൂ. ഒരു സ്വഹാബിക്ക് പറയാനുള്ളത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കണം നബിയേ. ഞങ്ങൾ ചോദിച്ചു, അവ ഗൈറ ദാലിക്, വേറെന്തെങ്കിലും വേണോ? വേണ്ട നബിയെ, അത് മാത്രം മതി, അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ. അഅന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദ് നിർവഹിച്ചിട്ട് നിങ്ങൾ എന്നെ ആ വിഷയത്തിൽ എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും റഹ്മാനായ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്. അവിടുത്തെ അദിനാ അഹ്ലിൽ ജന്നതി മൻസിലതൻ, സ്വർഗത്തിലെ ഏറ്റവും സ്ഥാനം കുറഞ്ഞ ആൾ, സ്വർഗത്തിലെ സ്ഥാനം എത്രയും കുറഞ്ഞ ഒരാളിന്റെ ഉദാഹരണം മുത്തുനബി തങ്ങൾ പറയുന്നത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ആരാണെന്നറിയുമോ? ആഖിറു മൻ യദ്ഖുലുൽ ജന്നഹ്, സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ഒരാൾ സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ യക്ബൂ മർറതൻ തബാറകല്ലദീ അൻജാനി മിൻക لقد أعطاني الله شيئا ما أعطاه أحدا من الأولين والآخرين. അല്ലാഹുവേ, നിനക്കാണ് സ്തുതി. എന്റെ മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ നീ നൽകില്ലാത്ത വലിയ ഒരു ഉപകാരം നീ എനിക്ക് ചെയ്തു തന്നു. നിനക്ക് വല്ല നഷ്ടം വരൂ റബ്ബേ? ഞാനൊരു പാവമല്ലേ, നിനക്ക് തന്നുകൂടെ? അല്ലാഹുവിന്റെ മറുപടി വരുന്നു, ഞാനത് തന്നാൽ നീ ഏറെ ചോദിക്കുമോ, വേറെ ചോദിക്കുമോ? ഇല്ല റബ്ബേ, എനിക്കത് മതി. ഗൾഫിലേക്ക് പോണ ആൾക്കാർ ഇങ്ങനെയാണെന്നാ, ഒരു വിസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ കോലം മാറും. ജീവിതത്തിലെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. കുറച്ച് മതി എന്ന് പറയും, അത് കിട്ടുമ്പോൾ അതിലേറെ വേണമെന്ന ആഗ്രഹം വരും. അല്ലാഹു തആല ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം, വേറെ വല്ലതും ചോദിക്കോ? ഇല്ല റബ്ബേ, വേറൊന്നും ഞാൻ ചോദിക്കൂല, എനിക്ക് അവിടെ എത്തിയാൽ മതി. അല്ലാഹു അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. فترفع له شجرة عند باب الجنة أحسن من الأولين. ആദ്യത്തെ 2 വൃക്ഷങ്ങളെക്കാളും മനോഹരമായൊരു വൃക്ഷം സ്വർഗത്തിന്റെ അരികിൽ അല്ലാഹു അയാൾക്ക് ഉയർത്തി കൊടുക്കും. അയാൾ പറയും, അല്ലാഹുവേ, ഞാൻ അതിന്റെ അരികത്തേക്കൊന്ന് പോയിക്കോട്ടെ, ഞാൻ അവിടെ ഒന്ന് വിശ്രമിച്ചോട്ടെ, മറ്റൊന്നും ചോദിക്കില്ല റബ്ബേ, ഞാൻ മറ്റൊന്നും ചോദിക്കില്ല.
അല്ലാഹുവിന്റെ ചോദ്യം വരും, യബ്ന ആദം, മനുഷ്യ, അലം തുആഹിദിനി, നീ എന്നോട് വാക്ക് തന്നിട്ടില്ലായിരുന്നോ നീ ഇതല്ലാതെ മറ്റൊന്നും ചോദിക്കില്ലെന്ന്, പിന്നെ എന്തേ നീ ചോദിക്കുന്നത്? അയാൾ പറയും, ഐ റബ്ബി ഹാദിഹി ലാ അസ്അലുക ഗൈറഹാ, ഇത് തന്നെ മതി റബ്ബേ, ഇനി ഞാൻ നിന്നോടൊന്നും ചോദിക്കില്ല, അവസാനത്തെ ചോദ്യമാണ്, വേറെ ഒന്നും ചോദിക്കില്ല. അള്ളാഹുവിന്റെ മറുപടി വരും, എന്തെങ്കിലും ചോദിക്കോ? ഇല്ല. അവസാനത്തേതാണെന്ന് പറഞ്ഞപ്പോ ഫയുദിനി, അവനാ സ്വർഗത്തിന്റെ അരികത്തുള്ള വൃക്ഷത്തിലേക്ക് അള്ളാഹു അടുപ്പിച്ചു കൊടുക്കും. അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്വർഗലോകത്തെ ആളുകളുടെ സംസാരം കേൾക്കുന്നുണ്ട്, സ്വർഗലോകത്തെ ആളുകളുടെ ഭാഷ കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ നീ ആ സ്വർഗലോകത്തേക്ക് എന്നെ എത്തിച്ചു തരുമോ? അവിടെ ചില ആളുകളുണ്ടല്ലോ, ഞാൻ അവരുടെ അരികത്ത് പോയിരിക്കട്ടെ. അല്ലാഹുവേ ഞാൻ അവിടെ അങ്ങോട്ട് ചെല്ലട്ടെ. വളരെ മനോഹരമാണ് സ്വർഗത്തിന്റെ ഡിസ്ക്രിപ്ഷൻ, എന്തൊരു മനോഹരമാണ്. അല്ലാഹു തആല ആ മനുഷ്യനത് കൊടുക്കാൻ നിൽക്കുമ്പോ അയാൾ പറയും, അല്ലാഹുവേ അവിടെ എനിക്ക് കയറിയിരിക്കാൻ സ്ഥലമില്ലെന്ന് തോന്നുന്നുവല്ലോ റബ്ബേ, അവിടെ എനിക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടോ? അല്ലാഹുവിന്റെ മറുപടി വരും, യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, മാ യുസ്രിന്നു, ഓ എന്റെ ദാസനെ, നീ ജീവിച്ചുപോയ ലോകവും അതിന് തുല്യമായൊരു ലോകവും ഞാൻ ഇവിടെ തന്നാൽ നിനക്ക് ഇഷ്ടമാകുമോ? ഇയാള് ചോദിക്കാണ്, അതസ്തഹ്സിഉ ബി വഅൻത റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ, സ്വർഗത്തിൽ കയറിയിരിക്കാൻ ഒരു ഇടം വേണമെന്ന് പറഞ്ഞപ്പോ നീ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ ജീവിച്ചു പോന്ന ലോകവും അതിന്റെ ഇരട്ടിയുമാണ്. നീ എന്നെ കളിയാക്കുകയാണോ അല്ലാഹുവേ? നീ വലിയവനല്ലേ, നീ എന്നെ കളിയാക്കുകയാണോ? ഈ ഹദീസ് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. ഇബ്നു മസ്ഊദ് അങ്ങ് ചോദിച്ചു, നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന്. അവര് ചോദിച്ചു, മിമ്മ തൽഹഖു ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് എന്നവരെ എന്താ നിങ്ങൾ ചിരിക്കാൻ കാരണം? അവര് പറഞ്ഞു, മിൻ ലഹഖി റസൂലില്ലാഹ്, ഈ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ എത്തിയപ്പോ ചിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു, നബിയെ എന്താ അങ്ങ് ചിരിക്കാൻ കാരണമെന്ന്? തങ്ങൾ പറഞ്ഞു, മിൻ ലഹഖി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു ചിരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ ചോദിച്ചപ്പോ, അതസ്തഹ്സിഉ ബി, നീ എന്നെ കളിയാക്കുകയാണോ അല്ലാഹുവേ, നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു ചിരിച്ചിട്ടുണ്ട്. ആ ചിരി കണ്ടപ്പോ നബിതങ്ങൾ ചിരിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ചിരിച്ചത് കൊണ്ട് ഞാനും ചിരിക്കുകയാണെന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മറുപടി വന്നു, അതർളാ അൻ യകൂന ലക മിസ്ല മുൽക്കി മലികിൻ മിൻ മുലൂക്കി ദുനിയാ, ഈ ലോകത്തെ രാജാക്കന്മാരിൽ ഒരു രാജാവിന്റെ അധികാരം എത്രയുണ്ടോ അത്ര ഞാൻ തരാൻ നിനക്ക് അല്ലാഹുവേ അത്രക്കോ നിനക്കിതാ ഭൂമി ലോകത്തെ രാജാധികാരിക്കുണ്ടായിരുന്ന അധികാര പരിധിയുടെ ഇരട്ടി, അതിന്റെ ഇരട്ടി മൂന്നാമത്തെ തവണ കൂടെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, റളീതു റബ്ബി, എനിക്ക് മതി റബ്ബേ പൊരുത്തമായി, എനിക്ക് പൊരുത്തമായി. അല്ലാഹുവിന്റെ മറുപടി വന്നു, നിനക്ക് ഇതും ഇതിന്റെ 10 ഇരട്ടിയും ഞാൻ തന്നിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതും, നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെല്ലാം മനോഹാരിതയുള്ളതായി തോന്നുന്നുണ്ടോ അതും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു. മതി റബ്ബേ മതി, എനിക്ക് തൃപ്തിയായെന്ന് ആ അടിമ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിതെന്നറിയുമോ? അദ്നാ അഹ്ലിൽ ജന്നതി മൻസില, സ്വർഗ്ഗത്തിലെ ഏറ്റവും the least rewarded, സ്വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്ന ആൾ ഇങ്ങനെയാണ്. ഈ ലോകത്തിന്റെ 10 ഇരട്ടി അധികാരം അല്ലാഹു നൽകുന്ന, അത്രയും അധികാര സ്ഥലം നൽകപ്പെടുന്ന ഒരാൾ, ഈ ലോകത്തിന്റെ 10 ഇരട്ടി. എന്താ വേണ്ടത്? സ്വർഗത്തിലേക്ക് അവസാനമായി കടക്കുന്ന ഒരാൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം ഇതാണ്.
പിന്നെ അള്ളാഹുവിന്റെ മുഖറബീങ്ങൾ, അംബിയ, ഔലിയ, അവർക്കൊക്കെ കിട്ടുന്ന സ്ഥാനം എത്രയായിരിക്കും? നമ്മളൊരു 5 സെന്റ് 10 സെന്റിന് വേണ്ടി ഉമ്മയും വാപ്പയോട് തെറ്റുന്നത് അല്ലേ? എനിക്ക് ഉമ്മ തന്നില്ല, വാപ്പ തന്നില്ല എന്ന് പറഞ്ഞ് പരാതിയും പരാതിക്ക് മേൽ പരാതിയും കേസും കേസിന് മേൽ കേസും കൊടുത്ത് ഈ ലോകത്തെ നമ്മൾക്ക് ലഭിക്കാവുന്ന സ്വർഗലോകത്തിന്റെ സർവമാന ഗുണങ്ങളും നമ്മൾ നശിപ്പിച്ചു കളയുന്ന 5 സെന്റ് 10 സെന്റ് ഭൂമിക്കാണ്. ആ ഭൂമിയുടെ ആധാരവും വാങ്ങിച്ചു വരുമ്പോൾ ഒരു വണ്ടി ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചുപോയാൽ എന്ത് കിട്ടി? അവിടെയില്ല, ഇവിടെയില്ല. സ്വർഗലോകം ഭയങ്കരമാണ്. അത് അധ്വാനിക്കുന്നവർക്കുള്ളതാണ്, ഈമാൻ കൽബിലുള്ളവർക്കുള്ളതാണ്. അള്ളാഹു നമുക്കത് നൽകട്ടെ. ഇമാം തുർമുദിയും തബറാനിയും ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, ഇന്ന അദ്നാ അഹ്ലിൽ ജന്നതി മൻസിലതൻ, സ്വർഗലോകത്തെ ഏറ്റവും ചെറിയ സ്ഥാനമുള്ള ഒരാൾ, ലമൻ ഒരാളാണ്, യസീറു ഫീ മുൽകിഹി വസുറുരി അൽഫ സന, 1000 വർഷം തന്റെ അധികാര സ്ഥലത്തുകൂടെ അയാൾക്ക് സഞ്ചരിക്കേണ്ടി വരും. അതിവേഗതയുള്ള ഒരു വാഹനത്തിന്മേൽ 1000 വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന അത്രയും ദൂരം സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനമുള്ള ഒരാൾക്ക് അള്ളാഹു നൽകുന്നുണ്ട്. അപ്പൊ ആരാണ് ഏറ്റവും ഉന്നത സ്ഥാനമുള്ളവർ? വഅർഫഉഹും, സ്വർഗത്തിലെ ഏറ്റവും സ്ഥാനമുള്ളവർ, യൻദുറു ഇലാ റബ്ബിഹി ബിൽ ഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ കാണാൻ ഭാഗ്യമുള്ളവരാണ്, റബ്ബിനെ നോക്കാൻ ഭാഗ്യമുള്ളവരാണ് സ്വർഗത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ. അല്ലാഹു നമുക്കത് തരട്ടെ. അധികാര മണ്ഡലത്തിന്റെ വലുപ്പമല്ല, അധികാരം നൽകുന്ന അല്ലാഹുവിനെ 2 തവണ ഒരു ദിവസം കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നവർ, അർഫഉഹും, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതന്മാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുത്ലി കി തറാ ഹർ നസർ സേ മസ്തൂർ ഹേ തൂ, पुतली की तरह हर नजर से मस्तूर है तू, आंखें जिसे ढूंढती हैं वो राज है तू. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നെയാണ് കാണേണ്ടത്. ഞങ്ങളുടെ കണ്ണുകൾക്ക് ഇവിടെ ഗോചരീഭവിക്കാത്തവൻ സീനാ മലയുടെ മുകളിലേക്ക് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോ നീ സംസാരിച്ച നിന്റെ കലീം മൂസ നബി അലൈഹിസ്സലാം, റബ്ബി അരിനി അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ എനിക്ക് നീ ഒന്ന് കാണിച്ചു തരുമോ, ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ലൻ തറാനി, എന്നെ കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല മൂസ നബിയെ എന്ന് ഏതൊരു നബിയോട് നീ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, അംബിയാഇനെ അടക്കം നബിയെ അടക്കം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സർവവിശ്വാസികൾക്കും നീ നിന്റെ ഹിജാബ്, നിന്റെ നൂറാനിയത്തിന്റെ ഹിജാബിന്റെ മറനീക്കി നീ നിന്നെ കാണിച്ചു കൊടുക്കുന്ന ജന്നത്തുൽ ഫിർദൗസിലേക്ക്, ജന്നത്തു അദ്നിലേക്ക്, ഇല്ലിയീനിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണമേ, ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് കൊടുക്കണമേ, ദീനിനെ ദഅവത്ത് ചെയ്യുന്ന ആലിമീങ്ങൾക്ക് കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണമേ. ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്, വല്ലിപ്പ വല്യമ്മമാർ, പരിസര മഹല്ലുകളിൽ കിടക്കുന്നവർ. അല്ലാഹുവേ, അവരെയൊക്കെയും നിന്റെ ഈ സ്വർഗ്ഗലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടി തരണമേ. അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. അലൽ ഇത്ലാഖ്, സംശയലേശമന്യേ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുന്നത് ആരാണ്? മദീനയിലെ രാജകുമാരനാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണെന്നറിയുമോ? നിബിതങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസം ആരാണ് അനുഭവിച്ചിട്ടുള്ളത്? തങ്ങൾ അനുഭവിച്ച പ്രയാസം ആരാ അനുഭവിച്ചത്? ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ, പ്രവാചകന്മാരിൽ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ സ്ഥാനം കൂടുന്ന ആളുകൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അംബിയാഇന്റെ